കുടിവെള്ളമില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കണം. നമ്മളെ സംബന്ധിച്ച് പഴയത് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതിലേക്ക് ബന്ധപ്പെട്ട നേരത്തെ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പം നിലവിലുള്ള കമ്മിറ്റി വന്നതിന് ശേഷം ഗുണഭോക്താക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ രീതിയിലുള്ള കാശൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ക് വരവും ചെലവും ആ എടുത്ത ആളുകളുടെ കണക്കും കിട്ടിയാൽ ബാക്കിയുള്ള ആളുകളെ നമുക്ക് ന്യായമായും സമീപിക്കാവുന്നതാണ്. ഒരു മാന്യമായ ഒരു തുകയുമായി നമുക്ക് അവരോട് ഇത് പുനഃസ്ഥാപിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമീപിക്കാം. അതിന് നമുക്ക് ആരൊക്കെ തന്നു എന്നുള്ള ഒരു ലിസ്റ്റ് കിട്ടണം. അതോടൊപ്പം തന്നെ എത്ര രൂപ കിട്ടി, അതെങ്ങനെ ചെലവഴിച്ചു. ഇനിയും നമ്മളിങ്ങനെ അക്കൗണ്ടും ഓഡിറ്റിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോയാൽ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം ഇതിനു വേണ്ടി ഇരിക്കേണ്ടി വരും. ഇതിൽ 94 ലക്ഷം രൂപ NCPCക്ക് വേണ്ടി അല്ലെങ്കിൽ ചാത്താമല പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കള്ളന്തോട് കൂളിമാട് റോഡിൻ്റെ KRFB നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ നമുക്ക് സങ്കടം വരും. എനിക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോടും എഞ്ചിനീയറോടും ഒക്കെ പറയാനുള്ളത്, ഈ PTSൻ്റെ കരാറുകാരൻ അവന് തോന്നിയതുപോലെ പൊട്ടിച്ചു പോവാണ്. അവർ പറയുന്നത് ഞങ്ങൾ 94 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. സങ്കടം വരും. വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് നേരത്തെ ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ കുടിവെള്ള പദ്ധതിയോട് സ്വീകരിച്ചത്. നമുക്ക് ഉറപ്പാണ്. ഞാനതിൽ ചെറിയ രീതിയിൽ ഇടപെട്ട ആളാണ്. എരഞ്ഞിപ്പറമ്പിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് അത് അരുത് എന്ന് പറയാൻ നന്നായിട്ട് മുന്നിൽ നിന്ന അവിടെയുള്ള വീട്ടുകാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം 94 ലക്ഷം രൂപ കെട്ടിവെച്ചു എന്ന് വളരെ അഹങ്കാരത്തോടു കൂടി അവർ പറഞ്ഞപ്പം, നിങ്ങൾ ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ വെള്ളമാണ് കുട്ടിക്കുന്നത് എന്ന് ആ നാട്ടുകാർ പറഞ്ഞപ്പോൾ അവിടെ ഒരു പരിഹാരം ഉണ്ടാവുകയാണ്. കൃത്യമായൊരു പരിഹാരം. നമ്മളും ശരിക്ക് കുറ്റക്കാരാണ്. നമ്മൾ ഇടപെടേണ്ട സമയത്ത് നമ്മൾ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ഇതാണ്. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകരുത്. ഇടപെടേണ്ടിടത്ത് കൃത്യമായി ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കലഹിക്കുകയോ കലാപുണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും നല്ലൊരു മറുപടി ഞങ്ങൾക്ക് തരണം. കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ്. ഒരു പദ്ധതിൻ്റെ ഫണ്ട് അതായത് കിട്ടേണ്ട ഏത് രീതിയാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ രീതിയിൽ വാങ്ങിയെടുക്കാൻ പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇത് മറ്റുള്ള ആൾക്കാരെ പഴി ചാരിയിട്ട് ഇവിടെ വന്ന് പദ്ധതി ഇപ്പം മറ്റേ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു 5 വർഷത്തെ ഈ സാറ് പറഞ്ഞ മാതിരി 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പദ്ധതി റോഡ് പണി പൊളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ 5 വർഷം വരെ ഞങ്ങൾ കാത്തിക്കുക വെള്ളത്തിന് വേണ്ടിയിട്ട്. കാരണം നിലവിലുള്ള ഒരു പദ്ധതിയാണിത്. അത് നിർത്തിയത് എന്തെന്നാണ് ചോദിക്കണേ, അല്ലാതെ പുതിയൊരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പം അതിനെന്താണ് തീരുമാനം എന്നുള്ള രീതിയിൽ കറക്റ്റ് വ്യക്തമായ തീരുമാനം ഇവിടെ പറയണം. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പോയിട്ട് കാര്യമില്ല. വെള്ളം കിട്ടും. ഞങ്ങൾ 2 വർഷത്തോളമായി ഈ കുടിവെള്ളം കിട്ടാതെ ഇങ്ങനെ മീറ്റിംഗ് കൂടും, കമ്മിറ്റികൾ പുനഃസ്ഥാപിക്കും. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം കിട്ടണം ഈ പ്രദേശത്തുള്ളവർക്ക്. അപ്പോൾ ആ വെള്ളം കിട്ടാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കണക്ഷൻ ഉണ്ട് ചോദിച്ചാൽ അതിന് ആൻസർ ഉണ്ടാവില്ല. എവിടെയാണ് വെള്ളത്തിന് തടസ്സം? ഇപ്പം വാട്ടർ അതോറിറ്റി പുനഃസ്ഥാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടിവെള്ളം ഈ NCPCയിലേക്കുള്ള കുടിവെള്ളം വാട്ടർ അതോറിറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് 2 ലക്ഷം രൂപ അടിച്ച ശേഷം. ഈ പുനഃസ്ഥാപിച്ച ശേഷം എവിടൊക്കെയാണ് വെള്ളം കിട്ടിയത്, എവിടെയാണ് വെള്ളം കിട്ടാത്തത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ചിത്രമില്ല. പിന്നെ നിങ്ങളൊക്കെ പറയും ഇതെങ്ങനെയാണ് കുടിശ്ശിക, ഈ കുടിശ്ശിക ഈ പാവങ്ങളുടെ തലയിൽ വെക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ പാവങ്ങളെല്ലാം കുടിശ്ശിക വരുത്തുക. ഇതിനു മുമ്പുണ്ടായിരുന്ന കമ്മിറ്റി ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവരുടെ തലയിലേക്ക് ആ ഭാരം കൊണ്ടുവരിക. ഈ കുടിശ്ശികയുടെ ഭാരം പറയുമ്പോഴും അതിനൊരു കണക്കും നിങ്ങൾ ഇതുവരെയായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. ഇതിനു മുമ്പുള്ള കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ, ഒരു കമ്മിറ്റിയും ഇതിൻ്റെ കുടിശ്ശികപരമായിട്ടുള്ള എങ്ങനെ ഇതിന് ചെലവഴിച്ചു, എത്ര രൂപ ചെലവഴിച്ചു, എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നുള്ളത് ഈ പാവപ്പെട്ട ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ ഇതുവരെയായിട്ട് ഒരു കണക്ക് പോലും ഇവരെ മുമ്പിൽ ധരിപ്പിച്ചിട്ടില്ല. വെറും ഇത്ര 20 ലക്ഷം റുപ്യ കുടിശ്ശിക ഉണ്ടായപ്പോൾ എല്ലാവരുടെ കണക്കിലും മീറ്റർ ചാർജ് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം റുപ്യൻ്റെ ഒരു ബുക്ക് കമ്മിറ്റികളിലേക്ക് ഇവിടെ ഏൽപ്പിച്ച് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പാവങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കൂല എന്ന ഒന്ന് പറയാനുള്ളത്. ഇതിൻ്റെ ബാധ്യത ഏൽക്കേണ്ടത് പഞ്ചായത്ത് തന്നെ. ക്രിയാത്മകമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. പഞ്ചായത്തിലേക്ക് ലെറ്റർ കുടിശ്ശികയുടെ കത്ത് വരുമ്പോൾ ഒരു തവണ പോലും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല. കുടിശ്ശിക നിരന്തരമായിട്ട് വരിക പഞ്ചായത്തിന്.
ആദ്യം 1 ലക്ഷം വന്ന്, പിന്നെ 2 ലക്ഷം വന്ന്, 3 ലക്ഷം വന്ന്, 4 ലക്ഷം വന്ന്, 20 ലക്ഷം വരെ വന്നിട്ടും ഒരു കുടിശ്ശിക വന്നിട്ടും ആ കമ്മിറ്റിയെ ക്രിയാത്മകമായിട്ട് പരിശോധിക്കാൻ ഒരു നടപടിയും പഞ്ചായത്ത് എടുത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഈ പാവങ്ങളെ പേരിൽ തടിച്ചേൽപ്പിച്ചിട്ട് നാളെ ഈ പൈസയോടെ നിങ്ങൾ അടിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അത് മുന്നിലുള്ളവർ മറുപടി പറയാൻ കഴിയുമെങ്കിൽ അത് പറയുന്നത് നന്നായിരിക്കും. ഒന്നാമത് ഈ പദ്ധതിക്ക് എത്ര ഗുണഭോക്താക്കൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയണം. അതുണ്ടോ? ഏതൊക്കെ ഭാഗത്തേക്കാണ് ഈ ലൈൻ പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ട്രയൽ റൺ, ഇപ്പം നേരത്തെ നിന്നുപോയി, ട്രയൽ റൺ നടത്തിയപ്പോൾ എവിടെയൊക്കെയാണ് വെള്ളം കിട്ടിയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് കിട്ടാത്തത് എന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവിടെ കിട്ടാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ഇത്യാദി ചില ചോദ്യങ്ങൾ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്താൽ തന്നെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഒരു നടത്തിപ്പിലേക്ക് ആവശ്യമായ ചില സൂചനകൾ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഗുണഭോക്താക്കൾ എത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് വെള്ളം നേരത്തെ കിട്ടിയിട്ടുണ്ടോ, ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നല്ലതാണ്. എങ്കിൽ കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് നേരത്തെ കിട്ടിയിട്ടുള്ളതെന്ന്, നേരത്തെ തന്നെ ഇപ്പം നമ്മുടെ അരയൻകോട് ഏരിയയിലൊക്കെ നേരത്തെ പ്രവർത്തിച്ച സമയത്ത് തന്നെ ഒരുപാട് ആൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല എൻ്റെ അറിവിൽ. അപ്പോൾ അത് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് പരിഹാരം തേടുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യേണ്ടത്. കൃത്യമായി ഗുണഭോക്താക്കൾ ആരൊക്കെ വെള്ളം കിട്ടിയത് ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുമ്പോഴേ ഇതിന് കൃത്യമായൊരു ധാരണയും പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും നിങ്ങളെ വികാരം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളം പെട്ടെന്ന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുള്ളത്. അതിന് എന്ത് പോം വഴി എന്ന് ആലോചിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളൊരു കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള നിലക്കാണ് നമ്മൾ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പം നിലവിലുള്ള കമ്മിറ്റിക്കാരെടുത്ത് 100% പിന്നെ സത്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർ കുറേ പോരായ്മകളുണ്ട്. ഏത് കമ്മിറ്റി ആയാലും വന്നിടത്തോളം കമ്മിറ്റി ഒന്നിവിടെ നേരത്തെ ബാലോട്ടെ സൂചിപ്പിച്ച പോലെ തന്നെ കറക്റ്റ് ടൈമിന് റീഡിങ് എടുക്കുക, പൈസ ജനങ്ങളോട് ഈടാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭത്തിലില്ലെങ്കിലും നഷ്ടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. ജനങ്ങൾക്ക് വെള്ളവും കൊടുക്കായിരുന്നു. അത് കറക്റ്റ് ടൈമിന് റീഡിങ് വാങ്ങിയിട്ടില്ല. 5-6 മാസം കഴിയുമ്പോൾ വലിയ എമൗണ്ട് പോയി പറയുമ്പോൾ കൂലിപ്പണിക്കാരായ ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ അവസ്ഥ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കും, അത് അതിന് കണക്കും കാര്യം ഉണ്ടാവില്ല. വീണ്ടും പൈസ വിൽക്കാൻ ചെല്ലും, ഞങ്ങളുമ്മാ തന്ന് അങ്ങനെ പറയുന്നതിൽ അപ്പുറത്തേക്ക് കറക്റ്റ് വെള്ളം പിന്നെ പൈപ്പിൽ എത്തുകയാണെങ്കിൽ ആ റീഡിങ് മാസത്തിൽ എടുക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. അവിടേക്കാണ് ഇനി നമ്മൾ എത്തേണ്ടത്. നമുക്കിപ്പോൾ ഇവിടെ കുടിശ്ശിക 8 ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കാറുണ്ട്. അതൊരു നിലക്കും പഞ്ചായത്തിൻ്റെ ബൈലോ പ്രകാരം നമുക്ക് പഞ്ചായത്തിൻ്റെ പിന്നെ ഓൺ ഫണ്ട് എടുത്ത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അത് പിന്നെ നമ്മളെല്ലാവരും കൂടി തിരിച്ചടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് പൈപ്പ് ലൈൻ മാറ്റാനും കാര്യത്തിനൊക്കെ 25 ലക്ഷം ഓൾറെഡി വെച്ചതുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മാറ്റുകയും ചെയ്യുകയൊക്കെ ചെയ്യാം. കുടിശ്ശിക അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആ പൈസ ഞങ്ങൾക്ക് എടുത്ത് അടയ്ക്കാമായിരുന്നു. അത് നമുക്ക് അതിന് ഉള്ള ഓർഡർ നമുക്ക് ഇല്ലാത്തത്. കുടിശ്ശിക നമ്മൾ തന്നെ ഈടാക്കി അടച്ചു തീർക്കണം. അതിനാണ് വാട്ടർ അതോറിറ്റി നമുക്ക് 5 ഗഡുക്കളായി അടയ്ക്കാനുള്ള അവസരം തന്നിട്ടുള്ളത്. അത് പിരിച്ചെടുത്ത് തന്നെ അടയ്ക്കണം. അതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. എൻ്റെ ഒരു സൊല്യൂഷൻ പഞ്ചായത്ത് പ്രസിഡന്റുള്ള നിലക്ക് ഞാൻ പറയുകയാണ്. നിലവിലുള്ള കമ്മിറ്റി ആണെങ്കിൽ നിലവിലുള്ള കമ്മിറ്റി, ഞാൻ അതല്ല കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ പുതിയ കമ്മിറ്റി, അതിൻ്റെ മുകളിൽ ഒരു മേൽ കമ്മിറ്റി പഞ്ചായത്ത് മെമ്പർമാർ അതുകൊണ്ട് നിന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിലവിലുള്ള കമ്മിറ്റി ആണെങ്കിൽ അതിൻ്റെ മേലെ പഞ്ചായത്ത് മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുക. ആ കമ്മിറ്റി അതായത് ഈ പിന്നെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതിന് വിളിക്കണം. ഇതിൻ്റെ കമ്മിറ്റി ചെയർമാനെ കൺവീനറെ ഒന്നുമല്ല, വാർഡ് മെമ്പർമാരാണ് വിളിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ട ആൾക്കാർ വാർഡ് മെമ്പർമാരാണ്. ഇപ്പോഴും വെള്ളമില്ലായിട്ട് ഞങ്ങൾക്ക് തല നിർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അതിനെ കൊണ്ട് ഈ ഏതൊക്കെ വാർഡുകൾ ഉൾക്കൊള്ളുന്നുണ്ടോ ആ വാർഡുകളിൽ നിന്ന് വാർഡ് മെമ്പർമാരിൻ്റെ മേൽ കമ്മിറ്റി ഉണ്ടായതുകൊണ്ട് നിലവിലുള്ള കമ്മിറ്റി പുനഃസ്ഥാപിക്കുക. അല്ലെങ്കിൽ ഓൾക്ക് തുടരാൻ പറ്റിയ ഓലെന്നെ തുടരട്ടെ, അതല്ല അവൾക്ക് പറ്റൂല എന്ന് ഓല് പറയണ വേറെ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നമുക്കിത് നല്ല നിലക്ക് ചാലുവാക്കി ഇനിയും ഇവിടെ നേരത്തൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇനിയും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കളക്ട് ചെയ്ത് അടച്ച് പൈസ വെള്ളം തുറന്നു കൊടുത്ത് ഈ കമ്മിറ്റി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ കറക്റ്റ് റീഡിങ് എടുത്ത് പൈസ വാങ്ങി അടച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതിലേക്ക് കൂപ്പ് കുത്തും. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മേൽ കമ്മിറ്റി, ഇപ്പം എൻ്റെ വാർഡിൽ റീഡിങ് എടുക്കാൻ വരുന്നുണ്ട്, എനിക്ക് ചോദിക്കാം നിങ്ങൾ എത്ര വീട് എൻ്റെ വാർഡിലുള്ള എല്ലാ വീടും നിങ്ങൾ റീഡിങ് എടുത്തോ, ഈ റീഡിങ് എടുത്ത പൈസ എത്ര കിട്ടി, അത് അടച്ചോ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ എനിക്ക് എൻ്റെ വാർഡിൻ്റെ കാര്യം എനിക്ക് നോക്കാം. അതുപോലെ ഞങ്ങൾ 8 മെമ്പർമാരുടെ വാർഡിലേക്കാണ് ഈ കുടിവെള്ള പദ്ധതി പോകുന്നത്. ഈ 8 മെമ്പർമാരും അങ്ങനെ ഈ കമ്മിറ്റിനെ ചോദ്യം ചെയ്യുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റിയെ മിങ്കിളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ആ രീതിയിലേക്കാണ് ഞാൻ പറയുന്നത്. ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എന്തായാലും ഈ ജനുവരിൻ്റെ ഉള്ളിൽ ഫെബ്രുവരി എന്ന് ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കൊടുത്തിരിക്കണം. അതിനുള്ള സംവിധാനം ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന. പിന്നെ എനിക്ക് പറയാനുള്ളത്
Invest your sleep on right mattress. 4-Wish Mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.